ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനെന്തൊരു പൊട്ടിയെത്ത സമയത്തിനെന്നറിയാമോ? നോക്കട്ടെ, 9 മണിയായി. അപ്പോൾ ഉണ്ടല്ലോ, അധികം ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്നെ ഉപയോഗിക്കുന്ന എൻ്റെ മേക്കപ്പ് മീൻസ് ബ്യൂട്ടി ടിപ്സുകളൊക്കെ, ടിപ്സല്ല, ബ്യൂട്ടി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, പിന്നെ പെയ്ഡ് വീഡിയോ അല്ല, അത്രയൊന്നും ഞാൻ ആയിട്ടില്ല. ഇപ്പോൾ ഒരു 6 മാസം തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ. അതൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ എൻ്റെ അടുത്തേക്ക് ആരും വരാറുമില്ല. അപ്പോൾ ഞാൻ ഓണായിട്ട് ക്യാഷ് കൊടുത്ത് എൻ്റെ റെഗുലർ ഷോപ്പിൽ, എൻ്റെ അല്ല കേട്ടോ, നമ്മൾ റെഗുലർ വാങ്ങിക്കുമ്പോൾ എൻ്റെ ഷോപ്പാണ്. അപ്പം ഒരു മാർവാടി ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. മാർവാടി ഷോപ്പിൽ റെഗുലറായിട്ട് ഞാൻ അവിടെ പോയി വാങ്ങിക്കുന്ന എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരുന്ന കുറച്ച് 2-3 ബ്യൂട്ടി ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് കാണിച്ചു തരുന്നറിയുമോ? ഇത് ഫേസ് വാഷാണ്. ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വൈറ്റമിൻ സി നിങ്ങൾക്ക് കാണാവോ? സയൻ മൈസയുടെയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നല്ലേ? ഇത് സ്പെല്ലിംഗ് കേട്ടോ, IZM ആണ്. സയൻ മൈസ അങ്ങനെയാണ് ഇതിന് പറയുക. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം കുറേ നാളായി. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് നല്ല ഫേസ് വാഷാണിത്. ഇതിൻ്റെ മുമ്പിൽ ഇത് ജെൽ ഫോമാണ് കേട്ടോ. ഇതിന് മുമ്പിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫേസ് വാഷ് വേറെ ആയിരുന്നു. അത് തീർന്നിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇപ്പം നമുക്ക് ഇതുണ്ടല്ലോ, ഈ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ നൈക്കയിലൊക്കെ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കസിനുണ്ട് നാട്ടിൽ. അപ്പം അവൾ എന്നോട് പറഞ്ഞു എനിക്ക് ഈ പ്രാവശ്യം വരുമ്പോൾ തരണമെന്ന്. ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നാട്ടിൽ പോയപ്പം ഇവിടെ നിന്നാണ് വാങ്ങിയിട്ട് പോയത്. ഇപ്പോൾ എനിക്ക് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നൈക്കയിലും പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും. അവിടെ ഗാർബേജ് വണ്ടി വരുന്നുണ്ട്, അതാണ് സൗണ്ട് റെക്കോർഡ്. ഇതെല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന നല്ല യൂസാണിത്. പിന്നെ ഇതാണ് ഫേസ് സിറത്തിൻ്റെ ഇതിൻ്റെ ബോക്സ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു കാണാമോ? ഇതൊരു 20 ml ഉള്ളൂ. ഇത് 249 ആണ്. ഇതൊരു ചെറിയ ബോട്ടിലാണ്. ഇതിൻ്റെ വലുതും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ. ഞാൻ ഫേസ് സിറം ഒന്നും ഉപയോഗിക്കാറില്ല. ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ ഈ സയാൻ മൈസയുടെ ഫേസ് സിറം യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഗ്ലിസറിൻ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ രാത്രിയിലും ഗ്ലിസറിൻ റോസ് വാട്ടറാണ് ഉപയോഗിച്ചിട്ട് മുഖത്ത് തേച്ചിട്ട് കിടക്കുന്നത്. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇത് നമുക്ക് നൈറ്റ് ഉപയോഗിക്കാം, ഡെയിലി ഉപയോഗിക്കാം. ഞാൻ ഗ്ലിസറിൻ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ സൺ പ്രൊട്ടക്ഷന് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് തരാനും പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണ് കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റ്, ഹൈഡ്രേഷൻ സ്കിന്ന്, പിന്നെ നമുക്ക് നല്ല ബ്രൈറ്റ് തരാനും നമ്മുടെ ഫേസ് നല്ല പ്ലംബി എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇരിക്കില്ല, നമുക്ക് കാണുമ്പോൾ നല്ലൊരു ലുക്ക് പറയില്ലേ എന്ന് പറയില്ലേ, അതുപോലെ ഇരിക്കാനും നമുക്ക് പിന്നെ ഈ പ്രൊഡക്റ്റ് മീൻസ് ഈ ഫേസ് സിറം സൂപ്പറാണ് കേട്ടോ. ഇത് ഡെർമറ്റോളജി ടെസ്റ്റാണ്, ഇപ്പോഴും ഞാൻ പറയുന്നു. ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളുണ്ട്. പിന്നെ ഇനി നമ്മൾ കാണിച്ചു തരാം. ഇത് സൺസ്ക്രീനാണ് കേട്ടോ. ഇതും സയാൻ മൈസയുടെയാണ്. ഇപ്പോൾ ഇത് പുതുതായിട്ട് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് SPF 40 ആണ് ഇതുള്ളത്. UVA പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഇതും ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. ഇതിന് എത്രയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ റേറ്റ്. UVA പ്രൊട്ടക്ഷൻ ടിൻഡ് സൺസ്ക്രീൻ എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് മുഖത്തിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഇതുണ്ടല്ലോ, ഞാൻ വാങ്ങാൻ ചെന്നപ്പം അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിൻ്റെ ഒരു ബ്രാൻഡിന് ഒരു സെയിൽസ് ഗേൾ ഉണ്ടാവും ഈ ബ്രാൻഡിൻ്റെ അടുത്ത്. പിന്നെ നമ്മുടെ മേബിലിൻ്റെ അടുത്ത് ഒരാളുണ്ടാവും. ഇതൊക്കെ അവർ പോയി വേറെ അവരുടെ ബ്രാൻഡിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ തിങ്സ് നമുക്കിപ്പം ഇതിൻ്റെ ഈ സയാൻ മൈസ വാങ്ങാൻ പോവുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കുട്ടികൾ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇപ്പം മേബിലിനെ വാങ്ങാൻ പോകുന്നെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ മാമ എർത്തിൻ്റെ വാങ്ങാൻ പോവുകയാണെങ്കിലും അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവിടെ ഓരോ സ്ഥലത്ത് സെയിൽസ് ഗേൾസ് ഉണ്ടാവും. അപ്പം ഇതെങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടോ, ഇതുണ്ട്, ഇത് കുറച്ച് ഇരിപ്പുണ്ട്. ഇത് ലൈറ്റ് ഓറഞ്ച് കളറാണ് ഇതിന്. നമ്മുടെ ഈ പിന്നെ സൺസ്ക്രീന് നല്ല
നല്ല സ്മെല്ലെന്ന് അങ്ങനെ പറയാല്ല, ഒരു കറച്ച് സ്മെല്ല്. ഇപ്പം നമുക്കറിയാലോ ഏറ്റവും ഗുണമുള്ള അപ്പോൾ അത്ര സ്മെല്ലൊക്കെ വളരെ കുറവാണ്. അപ്പം നമുക്ക് ആദ്യം ഫേസ് സിറം ഇടാം. ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, നല്ല ഉണ്ടല്ലേ. ഇവിടെ ഞാൻ എപ്പോഴും ഇപ്പോൾ തൂത്ത് കളഞ്ഞെന്ന് എനിക്ക് തോന്നി. ഒന്ന് ഞാൻ എഴുതട്ടെ കേട്ടോ കണ്ണ്. കണ്ടോ, ഓക്കെ അല്ലേ. സിറം ഇടാം കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് നല്ല ക്ലോട്ടായിരിക്കണം, ഉണങ്ങിയിരിക്കുക. നമ്മൾ ഉറങ്ങിയ പോലെ തന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഭയങ്കര ഉറക്കമായിരുന്നു. ഇതുണ്ടോ, പക്ഷേ സ്റ്റിക്ക് ഉറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉണർത്തി. നമുക്ക് മുഖത്തിടാം. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് സിറം യൂസ് ചെയ്യുന്നത് തന്നെ. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ബ്രാൻഡിൻ്റെയാണ്. കേട്ടോ, എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഡ്രൈയും ആവും കേട്ടോ ഇത്. കണ്ടോ, ഫേസ് സിറം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് കേട്ടോ. മോയ്സ്ചറൈസർ ഞാൻ പോൺസാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ എടുത്തിട്ടില്ല, കാണിച്ചു തരാം. ഈ പോൺസ് ഉപയോഗിക്കുന്നത് തീർന്നു. ഇതുണ്ട്. ഇനി എല്ലാം ഷോപ്പിംഗ് ചെയ്യണം. ഞാനേ ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ തീർന്നുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ വടിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. ഞാൻ ക്യാമറ നോക്കി ഇടുന്നു കേട്ടോ. കണ്ണാടി എടുക്കട്ടെ, മിറർ. ഇനി നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ ഇത് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഓൾറെഡി ഈ സൈഡിലൊക്കെ ഉണ്ട്. കണ്ടോ, ജസ്റ്റ് ഉണ്ടല്ലോ ടാബ് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, എല്ലാ സ്ഥലത്തും ആയിട്ടില്ലേ. അപ്പം എൻ്റെ സിമ്പിൾ മേക്കപ്പാണ്. ഇനി എന്താ വേണ്ടത്? എൻ്റെ സ്റ്റിക്കർ. ഇതില്ലാത്ത പരിപാടിയില്ല. കണ്ടോ, ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ അധികം ലിപ്സ്റ്റിക് കളക്ഷനൊന്നുമില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് റെയറാണ് ഇടാറുള്ളത്. ഞാൻ ഇടത്തേയില്ല. എവിടെയെങ്കിലും അത് ഇടേണ്ട ആവശ്യം വരുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫേസസ് കാനഡയുടെയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ലാക്മിയുടെ ഉണ്ട്, മെയ്ബലിൻ്റെ ഉണ്ട്, പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ലിപ് ബാം അങ്ങനത്തെയൊക്കെ ചെറിയ ഇതാണുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ടച്ചപ്പ് ചെയ്യുക. കൊടി പോവേ. ഇത് രണ്ടാം ഇട്ടിട്ടാണ് കേട്ടോ അത്രയും ഡാർക്കായിട്ട് തോന്നുന്നത്. ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്, മീൻസ് സിറം ഇട്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്ര ഉള്ള എൻ്റെ മേക്കപ്പ്.
ഞാൻ എവിടെ പോയാലും ഇത്ര സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ എന്ന് ചോദിച്ചുകൊണ്ടല്ലോ നമ്മളുണ്ടല്ലോ അധികം മേക്കപ്പ് എനിക്കുണ്ടല്ലോ ഒത്തിരി മേക്കപ്പ് എനിക്ക് കൊള്ളൂല. പെട്ടെന്ന് എനിക്കങ്ങ് മേക്കപ്പ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നമുക്കിപ്പോൾ നോക്ക് ഈ മോയ്സ്ചറൈസർ നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമേ ഇല്ല. ഇത് സിമ്പിൾ. ഇപ്പം കുട്ടികൾ കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനും പിന്നെ എനിക്കുണ്ടല്ലേ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഓടിപ്പോകാനും ഒക്കെ ഇത് മതി. ഞാൻ എവിടെ ഏത് ഫംഗ്ഷന് പോയാലും ഇത്രയേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം അധികം ലിപ്സ്റ്റിക് നമ്മൾ ലിപ്സ്റ്റിക്കും ഐലൈനർ ഇടുമ്പോഴത്തേക്കും നമുക്ക് ലിപ്സ്റ്റിക് നല്ല ഭംഗിയായിട്ട് കാണാം. പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും നല്ല പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ ഐബ്രോ ഞാനുണ്ടല്ലോ ഐബ്രോ ത്രെഡിങ്ങിന് പോയിട്ടില്ല. കാരണം ഞാൻ വളരട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നറിയോ. ഏതായാലും നാട്ടിൽ പോകണം. അപ്പം നമ്മളൊക്കെ എല്ലാം എടുത്ത് നല്ല ക്ലീനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഐലൈനറൊന്നും എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പുറത്ത് കോമ്പല്ല, സാധാരണ കോമ്പ് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കാണാം. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചീകി റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പണ്ടും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഐബ്രോ ഞാൻ ഉണ്ടല്ലോ സിമ്പിൾ മേക്കപ്പ് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ ഐലൈനർ ഒന്നും ഞാൻ ഐബ്രോ ഒന്നും ഞാൻ എഴുതാറില്ല കേട്ടോ. ഓൾറെഡി എൻ്റെ ഐബ്രോ ബ്ലാക്കാണ്. അപ്പം ഞാൻ ഐബ്രോയിലൊന്നും ചെയ്ത് ജസ്റ്റ് ത്രെഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ മേക്കപ്പ് സിമ്പിൾ മേക്കപ്പ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായാൽ പിന്നെ ഇത് തിങ്സൊക്കെ യൂസ് ചെയ്തോളൂ. എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, വൈറ്റമിൻ സിയുടെ സിറം പിന്നെ നമ്മുടെ ഫേസ് വാഷ് പിന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീന് എല്ലാം യൂസ് ചെയ്തോളൂ. നൈക്കയിലും കിട്ടും. ഗൂഗിൾ ചെയ്താൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. നൈക്കയിൽ ഞാൻ കണ്ടായിരുന്നു. എനിക്കൊരു വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ എൻ്റെ പോൺസ് തീർന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പം വൈറ്റമിൻ സിയുടെ ഒരു മോയ്സ്ചറൈസർ വാങ്ങും. പിന്നെ ഒരു കാര്യം അവിടെ ടച്ച് ചെയ്ത് അവർ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് എനിക്ക് കമൻറ്റ് ഇടണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ബൈ, ടേക്ക് കെയർ. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എനിക്ക് കമൻറ്റ് ഇടണേ. നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൈക്കിൽ വാങ്ങിച്ചാൽ മതി. നൈക്കലുണ്ട്, ഗൂഗിളിൽ കിട്ടും. അപ്പോൾ ഇത് മൂന്നും എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് പിന്നെയും പറയുന്നത് പ്രൊമോഷൻ വീഡിയോ അല്ല, പെയ്ഡ് വീഡിയോ അല്ല. അത് അങ്ങനെ എടുക്കാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ ഇനി എത്തിയിട്ടില്ല. അത് പ്രത്യേകം പറയുന്നു. അപ്പം ഇനിയൊരു കാര്യം ഞാനുണ്ടല്ലോ ഈ 2 days കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ വാങ്ങിച്ച ഷോപ്പില്ലേ അവിടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ അവർ നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് കാണിച്ചു തരും. അന്ന് ഞാൻ ഈ സിറം ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ നമുക്ക് ആദ്യം ടച്ചപ്പ് ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് വാങ്ങിച്ചത്. ബട്ട് എന്നറിയോ, എനിക്ക് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ പെട്ടെന്ന് കേട്ടോ. നമ്മളിപ്പം ഒരു ജോലി ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് കൊടുത്ത് നിൽക്കും. അപ്പോഴാണ് ഓർമ്മ, അയ്യോ എനിക്ക് വീഡിയോ എടുക്കാമായിരുന്നല്ലേ എന്ന്. അങ്ങനെ നല്ലൊരു വീഡിയോ മിസ്സായിപ്പോയിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എന്തായാലും ഓർത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കും. അവിടെ ആരെങ്കിലും ഉണ്ടാവില്ല, അവരോട് പറയാം വീഡിയോ എടുത്തു തരാൻ. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പിന്നെ മേക്കപ്പ് ഒന്നും ഇമ്പോർട്ടൻസ് അല്ല. നല്ലപോലെ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല ബബ്ലി നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ ബൈ, ടേക്ക് കെയർ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ടാൽ മാത്രമേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.